അമ്മേനെ പറ്റി, ലളിതാമ്മേനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ആളാണ്. ഒരുപാട് ചേട്ടൻ്റെ ലൈഫിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു മോട്ടിവേഷണൽ സംഭവമാണ് നമ്മളുടെ ലളിതാമ്മ എന്ന് പറയുന്ന വ്യക്തി. സോ ലളിതാമ്മ ചിക്കൻ ബോക്സ് വന്നപ്പോൾ പോലും അഭിനയിക്കാൻ പോയിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത്രയും ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു ഓ ആക്സിഡന്റ് ആയിരുന്നപ്പോഴായിരുന്നു പോയത്. ഓക്കെ, അപ്പോഴും അഭിനയിക്കാൻ പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ കേട്ടിട്ടുണ്ട് ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് ലളിതാമ്മ അത്രയും കഷ്ടപ്പെട്ടതെന്നുള്ളത്. ശരിക്കും അങ്ങനെ തന്നെ ആയിരുന്നില്ലേ? അല്ല, ഇതിപ്പോ ലളിതാമ്മ മാത്രമല്ല, വേറെ ആരും ഫാമിലിക്ക് വേണ്ടിയേ കഷ്ടപ്പെടുന്നത്. സർക്കാരിന് വേണ്ടി ഒരു കഷ്ടപ്പെടുന്നു. അവര് മാത്രമല്ല അത്. പിന്നെ വേറൊരു സാധനം, അമ്മയുടെ ഒരു കൈൻഡ് ഓഫ് എസ്കേപ്പ് റൂട്ടും കൂടെയാണ് ഈ അഭിനയം. റിയാലിറ്റി എന്നുള്ള ഒരു എസ്കേപ്പ് ആണോ ഉദ്ദേശിച്ചത്? ബിക്കോസ് ഷി വാസ് ഹാവിങ് എ ബാഡ് ടൈം സിറ്റിംഗ് അറ്റ് ദ ഹോസ്പിറ്റൽ and all that, so she had to go എന്നുള്ളത്. സോ അമ്മയ്ക്ക് അങ്ങനെ എൻഗേജ്ഡ് ആകുമ്പോഴൊക്കെയാണ് ഒരു ഇപ്പൊ കോവിഡ് അമ്മേനെ വല്ലാതെ ബാധിച്ചിരുന്നു. അതായത് കോവിഡ് അഫക്റ്റ് ആയിട്ട് ബാധിച്ചു എന്നല്ല, വീട്ടിലിരിക്കുക എന്ന് പറയണത് അവർക്ക് ഒരു ഡിപ്രഷനും സാധനമൊക്കെ ഗ്രാജുവലി. ഇറ്റ്സ് നോട്ട് ദാറ്റ് ലൈവ്ലിഹുഡിന്റെ പ്രശ്നമല്ല, അതൊക്കെ ഉണ്ട്, അതെല്ലാം ഓക്കെയാണ്. പക്ഷെ ഈ എൻഗേജ്ഡ് ആവുക എന്നുള്ളതിൻ്റെ ഇതിൽ അവർക്ക് അത്, അമ്മ ഹൈലി ഡയബറ്റിക് ആണ്, ഈ വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. ആ സമയത്ത് കോവിഡിന് വാക്സിനും ഇല്ല. ഇതെങ്ങാനും വന്നു കഴിഞ്ഞാൽ പണി പാടുന്നുള്ള ലൈനിൽ ഞാനൊക്കെ ഭയങ്കര ഹാർഷായിരുന്നു. ഹാഷ്മാനെ ഐ വാസ് നോട്ട് ലെറ്റിംഗ് ഗോ ഔട്ട്, യുനോ. ആൻഡ് അവർക്കാണെങ്കിൽ അത് ഭയങ്കരമായിട്ട് ബാധിച്ചു. എന്നിട്ട് അത് കഴിഞ്ഞ് പോകുമ്പോഴാണ് ഇപ്പൊ ഭീഷ്മപർവം വാസ് ഹെർ ഫിലിം. അപ്പൊ അതിൽ ഷീ ഈസ് വെരി വീക്ക്. അതിലായിരുന്നു ലാസ്റ്റ് മലയാളത്തിലെ ലാസ്റ്റ്. അതിൽ ഷീ ഈസ് വെരി വീക്ക്. അപ്പൊ ഞാനിങ്ങനെ എന്തിനാണ് ഇപ്പൊ ഇങ്ങനെ പോണ്ട കാര്യമൊന്നും ഇല്ലാന്ന് വന്നിട്ടില്ലല്ല എന്നൊക്കെ പറഞ്ഞ് അമലേട്ടനൊക്കെ ആയിട്ട് സംസാരിച്ചിട്ടൊക്കെയാണ് വിട്ടത്. കുറച്ച് ഇതുണ്ട് അമലേട്ട, ഒന്ന് നോക്കി വേണം ഡീൽ ചെയ്യാൻ, അല്ലാതെ പഴയ പവറില്ല ആൾക്ക് എന്നുള്ളതിൻ്റെ ഒരു സാധനം അത് നമുക്ക് നോക്കാന്നൊക്കെ പറഞ്ഞു. യു വുഡന്റ് ബിലീവ് ഹൗ ഹാപ്പി ഷി വാസ്. ശരിക്കും അവർക്ക് വയ്യ, അത് വേറെ വിഷയം, പക്ഷേ ഷി വാസ് വെരി ഹാപ്പി. അപ്പൊ അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു നമ്മളായിട്ട് എന്തിനാണ് അങ്ങനെ. പക്ഷെ എന്നാൽ മറ്റേ സൈഡിൽ ആസ് എ മകൻ നമുക്ക് വിടാനും പറ്റില്ല അവരെ. അങ്ങനെ ഒരു ചെറിയ സാധനം ഉണ്ടായിരുന്നു. ബട്ട് ഷി വാസ് ഹാപ്പി. അപ്പോൾ ഞാൻ പിന്നെ ഓക്കെ. ആൻഡ് ഷീ ഓൾസോ നെടുമുടി വേണുങ്ങളുടെ കൂടെയൊക്കെ വൺ ലാസ്റ്റ് ടൈം. അതെ, കറക്റ്റ്. അത് നമ്മളുടെ എല്ലാവരുടെയും മനസ്സിൽ എപ്പോഴും ഉണ്ടാവും ആ സിനിമയിൽ അവരുടെ ക്യാരക്ടേഴ്സ് അല്ലേ. അതുപോലെ തന്നെ ലളിതാമ്മ മരിക്കുന്നതിന് മുമ്പ് ചേട്ടന് തന്നിരിക്കുന്ന ഒരു ഉപദേശം ഞാൻ ചോദിക്കുകയാണെങ്കിൽ അത് എന്തായിരിക്കും? ലൈഫിൽ ഉടനീളം കൊണ്ടുപോകാൻ പറ്റിയൊരു ആണോ? ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള ഒരു കാര്യം, എനിക്ക് ഇങ്ങനെ ഒരു മാറ്റം വരണം എന്റെ ലൈഫിൽ എന്ന് തോന്നിയിട്ടുണ്ട്? അങ്ങനെ മാറ്റം വരണം, ഞാൻ അങ്ങനെ ഒരു നറേറ്റീവേ വേണ്ട. അങ്ങനെ ഒരു നറേറ്റീവ് ഇല്ല സത്യം പറഞ്ഞാൽ. ഞാൻ അങ്ങനെ ഒരു ഭയങ്കര തലതെറിച്ച് അമ്മ പറയാതെ കേൾക്കുന്ന അങ്ങനെ ഒരു പയ്യനൊന്നും അല്ലായിരുന്നു. ഈവൻ ദോ പീപ്പിൾ ടെൻ ടു തിങ്ക് ലൈക്ക് ദാറ്റ്, ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. വി വെർ ഇൻ പെർഫെക്റ്റ് ഹാർമണി. ഞങ്ങൾ നല്ല സിംഗിൾ തന്നെയായിരുന്നു. ഞാൻ പല സാധനങ്ങളും ചെയ്യാതിരിക്കാൻ എൻ്റെതായിട്ടുള്ള കാരണങ്ങളുണ്ട്. അത് ഞാൻ അവരുടെ അടുത്താണ് ഡിസ്കസ് ചെയ്യാറ്. ഞങ്ങൾ എവറി ഡേ സംസാരിക്കും. അതായത് ഇവിടെ ഇല്ലെങ്കിൽ, ഒരു സ്ഥലത്തില്ലെങ്കിൽ, ഒരു സ്ഥലത്താണെങ്കിൽ എവറി ഡേ ഐ ഹാവ് എൻ അപ്ഡേഷൻ വിത്ത് ഹർ. വാട്ട്, ഹൗ, എന്താ, ഏതാ. ഞാൻ ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ സിനിമകളുടെ കഥകൾ പറയാം. ചെയ്യാനിരിക്കുന്ന ഇപ്പോൾ നമ്മൾ പറഞ്ഞ മൾട്ടിപ്പിൾ ഫിലിംസിൻ്റെ ഒക്കെ കഥകളൊക്കെ അറിയാം. നമ്മളങ്ങനെ ഡിസ്കസ് ചെയ്യും, കാര്യങ്ങൾ പറയും. പുള്ളിക്കാരത്തി കോംപ്രമൈസിന് ഒന്നും നിൽക്കണ്ട എന്നൊക്കെയുള്ളൊരു മൂഡൊക്കെ ഉണ്ട്. അത് അപ്പോൾ അങ്ങനെ ഒരു വിഷയമില്ല നമുക്ക്. യുനോ, അവർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ നടന്നു എന്നോ അങ്ങനെയൊന്നും ഒരു ഇതുമില്ല. അവർക്ക് നമ്മളുമായിട്ട് വൻ സിംഗന്നെ. അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ എന്നെ ഔട്ട് ആൻഡ് ഔട്ട്. വേറെ ആർക്കും അറിയില്ല. അത്രയും വേറെ ആരും. എന്റെ ഭാര്യ ട്രൈ ഉണ്ട്. And I'm also helping her, giving some cheat codes and പരീക്ഷയിൽ പാസ്സാകാത്തവരിങ്ങനെ നോക്കി എഴുതിക്കോ അതൊക്കെയുള്ള. KPC ലളിത എന്ന അതുല്യ കലാപ്രതിഭയെ അറിയാത്ത മലയാളികൾ ഇല്ല എന്ന് തന്നെ പറയാം. നായികയായും സഹനടിയായും അമ്മയായും അങ്ങനെ കയ്യിൽ കിട്ടിയ റോളുകളെ എല്ലാം തന്നെ മറ്റാർക്കും തന്നെ പകരം വയ്ക്കാത്ത രീതിയിൽ അഭിനയിച്ച് ഫലിപ്പിച്ച നടിയാണ് KPC ലളിത.
തന്റെ മരണത്തിന് കുറച്ചുനാൾ മുൻപ് വരെയും അഭിനയിക്കാൻ KPSC ലളിത ഒരു മടിയും കാണിച്ചിട്ടില്ല. അഭിനയത്തോടുള്ള അവരുടെ ആവേശവും ആഗ്രഹവും എല്ലാം തന്നെ അതിൽ പ്രകടമായിരുന്നു. നാടകത്തിലൂടെയാണ് KPSC ലളിത സിനിമയിലേക്ക് എത്തിയത്. ആ നാടകത്തിന്റെ നിരീക്ഷണ പാഠവും മുഴുവൻ അവർ അതിൽ ആവാഹിച്ചിട്ടുമുണ്ട്. ഉർവശി, ശോഭന തുടങ്ങിയവരുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ KPSC ലളിത എന്ന അതുല്യ പ്രതിഭയെ കൂടി പലപ്പോഴും ഓർക്കാറുണ്ട്. കാരണം കയ്യിൽ കിട്ടിയ ഏത് റോളും, അമ്മ റോളുകളാണെങ്കിലും ചേച്ചി റോളുകളാണെങ്കിലും ജോലിക്കാരിയുടെ റോളുകളാണെങ്കിലും അങ്ങനെ ചെറിയ റോളുകൾ പോലും നമ്മളെ ചിലപ്പോൾ പൊട്ടിച്ചിരിപ്പിക്കാറുണ്ട്, കണ്ണ് നിറയിക്കാറുണ്ട്. അങ്ങനെ ഇമോഷൻസിന്റെ ഒരു പെരുമഴ തന്നെ ഉണ്ടാക്കാൻ KPSC ലളിതയ്ക്ക് സാധിച്ചിട്ടുണ്ട്. KPSC ലളിതയുടെ മകനെയും നമുക്കറിയാം. നമ്മൾ സിനിമയിലൂടെ നമ്മുടെ മനസ്സിലേക്ക് ചേക്കേറിയ, പിന്നീട് നിരവധി ചിത്രങ്ങളിലൂടെയും സംവിധാനത്തിലൂടെയും തിരക്കഥയിലൂടെയും എല്ലാം മലയാള സിനിമാ രംഗത്ത് സജീവമായ സിദ്ധാർത്ഥ്. ഭരതൻ എന്ന അച്ഛന്റെയും KPSC ലളിത എന്ന അമ്മയുടെയും കഴിവുകളെല്ലാം കിട്ടിയൊരു മകൻ തന്നെയാണ് സിദ്ധാർത്ഥ. ഇവർ തമ്മിൽ അകൽച്ചയിലാണെന്നും അമ്മയും മകനും വലിയ പൊരുത്തത്തിലല്ല എന്നും സ്നേഹത്തിലല്ല എന്നും നിരവധി വാർത്തകളൊക്കെ എത്തിയിട്ടുണ്ട് പണ്ട്. എന്നാൽ അമ്മയെക്കുറിച്ച് വാതോരാതെ പറയുകയാണ് സിദ്ധാർത്ഥ് ഭരതൻ. അമ്മയെപ്പറ്റി ഏറ്റവും കൂടുതൽ അറിയാവുന്നത് തനിക്കാണെന്നും തന്നെക്കുറിച്ച് ഏറ്റവും നന്നായി അറിയാവുന്നത് അമ്മയ്ക്കാണെന്നും സിദ്ധാർത്ഥ പറഞ്ഞു വെക്കുന്നു. പലരും പല വാർത്തകളിലും പല കാര്യങ്ങളിലും മാധ്യമങ്ങളിലൂടെയൊക്കെ വന്നിട്ടുണ്ട്, ഞാനും അമ്മയും വലിയ രസത്തിലല്ല, ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളുണ്ടെന്ന്. എന്നാൽ ഞങ്ങൾ തമ്മിൽ എന്നും വഴക്കിടാറുണ്ട്, വലിയ വലിയ വഴക്കുകൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ എൻ്റെ അമ്മയെപ്പോലെ എന്നെ മനസ്സിലാക്കിയ മറ്റൊരാൾ ഈ ലോകത്തില്ല എന്ന് സിദ്ധാർത്ഥ പറഞ്ഞു വെക്കുന്നു. അമ്മയുടെ സിനിമ എപ്പോഴാണ് ആദ്യമായി കണ്ടതെന്നതിനെ കുറിച്ച് കൃത്യമായി പറയാൻ കഴിയില്ല എന്നാണ് സിദ്ധാർത്ഥ പറയുന്നത്. അത് വളരെ ചെറുപ്പത്തിൽ എപ്പോഴോ ആണ്. അച്ഛൻ്റെ സിനിമയുടെ കാസറ്റുകൾ അക്കാലത്ത് വീട്ടിലുണ്ടാകും. മിക്ക പടത്തിലും അമ്മയുണ്ടാകും. കോമഡി വേഷത്തിലൊക്കെ ആയിരിക്കും. അമ്മ ഇങ്ങനെയൊക്കെ അഭിനയിക്കുമോ, അടിപൊളിയാണല്ലോ എന്നൊക്കെ ചിന്തിച്ചൊരു സിദ്ധാർത്ഥ ഉണ്ടായിരുന്നു. അമ്മ ഗ്രേറ്റ് ആർട്ടിസ്റ്റ് തന്നെയാണ്. അവരുടെ മകനായി പിറക്കാൻ കഴിഞ്ഞത് ഭാഗ്യം. തൻ്റെ പടങ്ങളിലും അമ്മ അഭിനയിച്ചിട്ടുണ്ട്. അത് രണ്ട് രീതിയിലാണ്. ഒന്ന്, തൻ്റെ അമ്മയാണല്ലോ, ആ നിലയ്ക്ക് തൻ്റെ ചിത്രത്തിൽ പങ്കെടുപ്പിക്കണമെന്ന് എന്തായാലും വിചാരിക്കും. രണ്ടാമതായി, അവർ വലിയ നടിയാണ്. അങ്ങനെയുള്ള ഒരാളെയാണ് തൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ വിളിക്കുന്നത്. കഥ പറഞ്ഞു വരുമ്പോൾ എവിടെയെങ്കിലും അമ്മയ്ക്കുള്ള കഥാപാത്രം ഉണ്ടാകും. എൻ്റെ സിനിമയിൽ ഇത്രയും നല്ലൊരു അഭിനേത്രിയെ ഉൾപ്പെടുത്താൻ കഴിയുകയെന്ന് പറഞ്ഞാൽ അതിൽ പരം സന്തോഷമില്ലല്ലോ. ചന്ദ്രേട്ടൻ എവിടെയാ എന്ന ചിത്രത്തിൽ ഏഷ്യന് മൂത്ത ചേച്ചിയുടെ വേഷമാണ് അമ്മയ്ക്ക്. ഭക്തിയൊക്കെ ഉണ്ട്. ഇത്തരം തരികിട ആളുകളെ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരാൾ എൻ്റെ അറിവിൽ അമ്മയാണ്. അതുപോലെ തന്നെയാണ് വർണ്ണത്തിൽ ആശങ്കയിലും. അങ്ങനെ അമ്മയെക്കുറിച്ച് വാതോരാതെ പറയുകയാണ് സിദ്ധാർത്ഥ. അവർക്കൊക്കെ ഒരു ഇഷ്ടപ്പെട്ട വില്ലനാന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ട വില്ലൻ ചേട്ടൻ അല്ല, ഇങ്ങനെ പോർട്രേ ചെയ്യണമെങ്കിലേ, തെറ്റിദ്ധരിപ്പിക്കാനും മാത്രം പോർട്രേ ചെയ്യണമെങ്കിൽ ഓക്കെ ഇയാളെ വില്ലനാക്കി കളയാം. ലുക്ക് ഉണ്ട്, കറക്റ്റ് വില്ലൻ ലുക്ക് ഉണ്ട്, ആറ്റിറ്റ്യൂഡൊക്കെ കറക്റ്റ് വില്ലൻ ആറ്റിറ്റ്യൂഡ്. അത് നമ്മളത് മൈൻഡ് ചെയ്യാറുള്ള എന്തെങ്കിലുമൊക്കെ പറ. അവനും അരി വാങ്ങിക്കണ്ടേ, മക്കളെ സ്കൂളിൽ വിടണ്ടേ, അവരരി വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മളെ. അതെ, അതന്നെ പറഞ്ഞ അവൻ അവന്റെ മക്കളെ പഠിപ്പിക്കട്ടെ, അല്ലെങ്കിൽ നല്ല രീതിയിൽ അവന്റെ കുടുംബം പൊളിത്തട്ടെ, നമ്മളെ കുറ്റം പറഞ്ഞിട്ട് ആയിക്കോട്ടെ. നമുക്കതൊരു എന്നെ അത് ബാധിക്കുന്ന കാര്യമല്ല, നമ്മളത് തളർത്തില്ല. ദാറ്റ്സ് എ ബോൾഡ് മൂവ്. നെക്സ്റ്റ്, ചില വേദനകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. അമ്മയുടെ മരണം സംശയമില്ല, ഇപ്പോഴും നമ്മളുടെ മനസ്സിലൊരു വിങ്ങൽ തന്നെയായിരിക്കും അത്, അല്ലേ? ഏത് പ്രതിസന്ധിയിലും കൈത്താങ്ങാകുന്ന ഒരു ശക്തിയുണ്ട്, ഉണ്ടോ? അത് അമ്മയായിരുന്നു, പിന്നെ ഭാര്യയാണ്. ഒരു കുഞ്ഞു കൈയുണ്ട്, താങ്ങാൻ പറ്റില്ല. കയൽ എൻ്റെ മകള്. അങ്ങനെയാണ്. അല്ലാതെ ചേട്ടന് എപ്പോഴെങ്കിലും ഒരു ശക്തി, ഒരു പവർ ഉണ്ട്, ഈശ്വര വിശ്വാസം, അങ്ങനത്തെ ഒരു ഇതുണ്ട്, ലൈക്ക് ഒരു വിശ്വാസം ഉണ്ട്, നമ്മളൊരു അങ്ങനെ ഒരു പവർ ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണോ? അല്ല. ഓക്കെ.